ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വേർഡ്സ് പറയാത്ത വ്യക്തികൾ ഉണ്ടാവില്ല. കുറെ പേരൊക്കെ സ്ഥിരമായി ഈ വേർഡ്സ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരു സക്സസ്സും ഉണ്ടാവില്ല. അവരാഗ്രഹിക്കുന്ന ഒന്നും നടക്കില്ല. അപ്പൊ അതെന്താന്ന് വെച്ചാ, ദൈവമേ ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, ഈ കടങ്ങളൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു, ഈ ജോലി ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു, ഈ ഒരു മാരേജ് എങ്ങനെയെങ്കിലും നടന്നു കിട്ടിയാൽ മതിയായിരുന്നു, എങ്കിൽ ഞാൻ നിനക്ക് അടിമയായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേവലാതിപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ ഡൗട്ടാണ്. ഇങ്ങനെ മനസ്സിലെങ്കിലും വിചാരിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഡൗൺ ആയി, അല്ലെങ്കിൽ ഫെയിലിയർ ആയി, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാതെ ഇങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ അതിന് വേണ്ടി പ്രയത്നം ചെയ്തിട്ട് ഒന്നും നടക്കാതെ ആകുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാവരും ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന, ഒരു യാചിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ പോകും. അല്ല, ഏറ്റവും ഒരു സത്യം അറിയും, എപ്പോഴാണോ നമ്മൾ ഇങ്ങനെ ഒരു യാചിക്കുന്ന സ്റ്റേറ്റിലേക്ക് പോകുന്നത്, അപ്പോൾ നമ്മുടെ ഈ ആഗ്രഹം നമ്മളെ വിട്ട് വളരെ ദൂരം തള്ളിപ്പോയി കൊണ്ടേയിരിക്കും. ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവാത്തതിന്റെ പ്രധാന കാരണവും 99% ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഇത് തന്നെയാണ്. ഇതൊരു വിരക്തിയുടെ അടയാളമാണ്. അപ്പൊ വിരക്തിയിലിരിക്കുമ്പോൾ എന്താണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്? നെഗറ്റീവ്സിനെയാണ് അട്രാക്ട് ചെയ്യുന്നത് നമ്മൾ. അപ്പൊ നമുക്ക് എങ്ങനെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാം, എങ്ങനെ ചോദിച്ചാലാണ് പ്രപഞ്ചം നമുക്ക് തരുന്നത്, ഇങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ അലാവുദ്ദീൻ വിളക്ക് തേച്ചോടെ ഈ ഭൂതം വന്നു ഞാൻ നിന്റെ അടിമ, നിനക്ക് എന്താണ് വേണ്ടത് ഉടനെ തരാം, അങ്ങനെ ഒന്നും സംഭവിക്കുന്ന കാര്യമല്ല. ഈ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ്. ആ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നമ്മൾ എന്ത് കാണിക്കുന്നോ അത് പ്രതിഫലിക്കും. അതിന്റെ മുമ്പിൽ പോയി നിന്ന് നമ്മൾ കരഞ്ഞ ആ ഒരു പ്രതിഫലനമാണ് കണ്ണാടിയിൽ വരുന്നത്. ചിരിച്ച അതും ചിരിക്കും. സോ അതുപോലെ തന്നെയാണ് ഈ മാനിഫെസ്റ്റേഷൻ. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നിങ്ങളുടെ വാക്കുകളെയല്ല കേൾക്കുന്നത്, നിങ്ങളുടെ ഇമോഷൻസിനെയും നിങ്ങളുടെ ആ ഒരു ഫ്രീക്വൻസി, ആ ഉണർവുകളെയാണ് ഈ പ്രപഞ്ചം കേൾക്കുന്നത്. ശരിക്കും നമ്മൾ ആ വിരക്തിയിലും വേണം വേണോ എന്നിങ്ങനെ യാചിക്കുമ്പോൾ നമ്മുടെ ഫീലിങ്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്? പേടി, ഡൗട്ട്, സങ്കടം, അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രപഞ്ചത്തിന് എന്ത് ഇമോഷൻസ് ആണ് കൊടുക്കുന്നത്? എന്റെ കയ്യിൽ ഇല്ല, ഒന്നും ഇല്ല, എനിക്കില്ല എന്നുള്ള ഒരു ഇമോഷൻസ് ആണ് കൊടുക്കുന്നത്. ഈ പ്രപഞ്ചം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ എന്താണ് കൊടുത്തത്? പേടിയും, ഡൗട്ടും, ഇല്ലായ്മയും. അപ്പൊ പ്രപഞ്ചം പറയും, ശരിയാണ്, നിന്റെ കയ്യിൽ ഇല്ല, അപ്പൊ നീ ഇല്ലായ്മ അനുഭവിച്ചു കൊണ്ടിരി അവിടെ. അങ്ങനെ തന്നെ പ്രപഞ്ചം പറയും, അത് തന്നെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. എപ്പോഴും യാചിക്കുന്നവർ എപ്പോഴാണ് വരുന്നത്? അവരുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തപ്പോഴാണ് യാചിക്കാൻ ഇറങ്ങുന്നത്. അതുപോലെയാണ് നിങ്ങൾ പ്രപഞ്ചത്തിനോട് യാചിക്കുമ്പോൾ സെയിം ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കൂടുതൽ ഇല്ലാത്തതിനെ തന്നെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിട്ട് എല്ലാം ചെയ്യും, നമുക്ക് ക്രിയേറ്റിവിറ്റി മൈൻഡ് ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിന് നമുക്ക് പരിഹാരം കണ്ടെത്താനൊക്കെ കഴിയും. പക്ഷെ നമ്മൾ സങ്കടത്തിൽ ഇല്ല ഇല്ല എന്ന്, എനിക്കത് കിട്ടുമോ, എനിക്ക് കിട്ടിയാൽ മതിയാവും, ഇല്ലെങ്കിൽ അത്ര തന്നെ ഞാൻ ഇങ്ങനെ ദുഃഖിക്കുമ്പോൾ എന്താണ് ഉള്ളത് കൂടെ നമ്മൾ അത്രയും നമ്മുടെ ആ അപ്പോഴത്തെ സിറ്റുവേഷൻസ് കൂടുതൽ മോശമായി പോകും. എക്സാമ്പിൾ, നിങ്ങളെ ഹസ്ബൻഡും കൂടെ വഴക്കടിച്ചു, അല്ലെങ്കിൽ ലവറും കൂടെ ആയിട്ട് വഴക്കടിച്ചുവെങ്കിൽ അത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് ടെൻഷൻ അടിച്ചിട്ടിരിക്കും. വീണ്ടും വീണ്ടും വഴക്ക് കൂടുക, അവരെ കാണുമ്പോൾ നമുക്ക് ടെൻഷനും ദേഷ്യവും വന്നുകൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ അത്രയും സന്തോഷമായിട്ടിരിക്കുമ്പോൾ എന്താണ്, നമ്മൾ അത്രയും സ്നേഹത്തോടെ കൂടുതൽ ടൈം ചാറ്റ് ചെയ്യും, ഐ ലവ് യു പറയും, എത്ര റൊമാൻറ്റിക് ആയിട്ട് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ അത്രയും ഹാപ്പി ആയിട്ടിരിക്കും. അത് തന്നെയാണ്. അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആ വ്യക്തികൾ വിളിക്കും, ചാറ്റ് ചെയ്യും, എല്ലാം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്യും. നിങ്ങൾ സന്തോഷമായിട്ട് നന്ദി ഉണർവുമായിട്ട് ഇരുന്ന് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി ഫീൽ തന്നെ അത്രയും ഒരു ഹൈ ആവും. അപ്പോൾ എന്താവെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാറ്റിനെയും വരവേൽക്കാൻ കഴിയും, എല്ലാറ്റിനെയും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും, ആകർഷിക്കാൻ കഴിയും. നല്ല കാര്യങ്ങളെ, നല്ല അവസരങ്ങളെ, നല്ല ആൾക്കാരെ എല്ലാം നമ്മൾ ആകർഷിക്കാൻ തുടങ്ങും. പക്ഷേ നിങ്ങൾ ഇല്ല ഇല്ല എനിക്ക് വേണമെന്ന് യാചിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫ്രീക്വൻസി ലോ ആയിട്ടിരിക്കും, ലോ വൈബ്രേഷനിലിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും അട്രാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഉള്ളത് കൂടെ നഷ്ടപ്പെടും. എക്സാമ്പിൾ, ഒരു ബട്ടർഫ്ലൈ നിങ്ങൾ കാണുന്നു, അതിന്റെ ദേഷ്യത്തോടെ ഓടിപ്പോയി അതിനെ പീഡിക്കണമെന്ന് പറഞ്ഞിങ്ങനെ നിങ്ങൾ സ്പീഡായിട്ട് ഓടിപ്പോയാൽ ആ ബട്ടർഫ്ലൈ അതിന്റെ പ്രാണനും കൊണ്ട് ഓടിപ്പോവും. പക്ഷേ അതേ സമയം നിങ്ങൾ വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഒരു പൂക്കളുടെ ഇടയിലൊക്കെ ശാന്തമായിട്ടിരുന്ന് നോക്കുക, ആ ബട്ടർഫ്ലൈസ് നിങ്ങളെ തേടി വരും. അതാണ് ആകർഷിക്കുന്നത് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, പൂക്കളുടെ ഇടയിൽ തന്നെ ഇരിക്കണമെന്നില്ല, വളരെ ഒരു നേച്ചറിനെ എൻജോയ് ചെയ്ത് വളരെ ശാന്തമായിട്ടും സന്തോഷമായിട്ടിരുന്ന് നോക്കൂ, ബട്ടർഫ്ലൈസ് ധാരാളം വരാൻ തുടങ്ങും. ബട്ടർഫ്ലൈസ്, കിളികള്, പല കാര്യങ്ങള്, ഈ തൂവലൊക്കെ കാണാൻ തുടങ്ങും നമ്മൾ. അതുകൊണ്ട് നമ്മൾ യാചിക്കുന്നത് നമ്മുടെ സക്സസിനെ പേടിപ്പിക്കുന്നതിന് സമമാണ്. സമാധാനവും വിശ്വാസവുമാണ് അതിനെ ആകർഷിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ, 2 വ്യക്തികൾ ഇരിക്കുന്നു, നമ്പർ 1, നമ്പർ 2. രണ്ടുപേർക്കും ഒരു 10 ലക്ഷം രൂപ കടം ഇരിക്കുന്നു. ഇതിൽ രണ്ടുപേരും ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതിന് നമുക്ക് നോക്കാം. അതിനനുസരിച്ച് അവരുടെ ലൈഫ് എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതിന് നമ്പർ 1 എങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഉറങ്ങാണ്ട്, സങ്കടപ്പെട്ട്, സ്ട്രെസ് അടിച്ച്, ഓവർ തിങ്കിങ് ചെയ്ത്, കണ്ണിന് ചുറ്റും കറുപ്പ് വളയവുമായിട്ട് നേരെ ഫുഡ് പോലും കഴിക്കാൻ പറ്റാതെ ഉള്ള അമ്പലത്തിലും എല്ലാവരോടും പറഞ്ഞ്, എനിക്ക് ഇത്രയും കടമുണ്ട്, ഞാൻ ഇനി എന്ത് ചെയ്യുന്നു അറിയില്ല, ഇങ്ങനെ സങ്കടപ്പെട്ട് അമ്പലത്തിലൊക്കെ പോയി വിഴുന്ന്
പ്രാർത്ഥിച്ച് അയ്യോ ഈശ്വര എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കില്ലെങ്കിൽ ഞാൻ അത്ര തന്നെ എന്നൊക്കെ പറഞ്ഞ് അത്രയും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട് ഡീൽ ചെയ്യുന്നു. അപ്പോൾ പണം വേണം തന്നെ, കാരണം കടം അടയ്ക്കണമല്ലോ. പക്ഷേ ഇല്ല, കഷ്ടം, കടം, അപമാനം, ഇതിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്പർ 1 ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? എനിക്കിനി 10 ലക്ഷം രൂപ വേണം എന്നതിലല്ല, എനിക്ക് കടം, കഷ്ടം, അപമാനം, അത് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഭയപ്പെടുമ്പോൾ എന്താണ്, കൂടുതൽ കടം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്പർ 2 എന്തെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് മിറർ എഫക്റ്റ് അറിയാം, ഞാൻ എന്താണോ കൊടുക്കുന്നത് തിരിച്ചു കിട്ടും എന്നുള്ള ആ ഒരു ഇമോഷൻസിനെ കുറിച്ച് ആ വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ വ്യക്തി എന്ത് ചെയ്യുന്നു വെച്ചാൽ റൂമിൽ വന്ന് ശാന്തമായിരുന്നിട്ട് വളരെ സന്തോഷമായിട്ട് എനിക്ക് ആ 10 ലക്ഷം രൂപ കിട്ടുന്നു, ഞാനത് കയ്യിൽ വാങ്ങുന്നു, അതിനെ ആ വ്യക്തിക്ക് കൊടുക്കേണ്ടവർക്ക് ഞാൻ കൊടുക്കുന്നു, സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നതായിട്ട് ആ വ്യക്തി വിഷ്വലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്പർ 1 മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? എനിക്കുണ്ട്, എനിക്ക് 10 ലക്ഷം രൂപ കിട്ടും, ഞാൻ വളരെ സന്തോഷമായിട്ട് എൻജോയ് ചെയ്തിരിക്കും, അതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നമ്പർ 1 എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? എനിക്കില്ല, കഷ്ടം, അപമാനം, ഞാൻ അത്ര തന്നെ, അതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. യൂണിവേഴ്സ് എപ്പോഴും എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ കെഞ്ചണതിനെല്ലാം നിങ്ങൾക്ക് അവാർഡും റിവാർഡും ഒന്നും കൊടുക്കില്ല, മണിയൊന്നും തരില്ല. യൂണിവേഴ്സ് എപ്പോഴും നിങ്ങൾ സക്സസിന് വേണ്ടി അലൈൻമെന്റ് ആവണം, ആ ഒരു ഫ്രീക്വൻസിയിൽ വരുമ്പോൾ എല്ലാ സിറ്റുവേഷൻസും എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് കൊണ്ട് തള്ളിത്തരും. അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് തരുമ്പോൾ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കണം. ഒരു എക്സാമ്പിൾ പറയാം. ഒരു പയ്യൻ വന്ന് ഒരു പെണ്ണിന്റെ പിറകെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പുറകെ നടന്നു, എന്നെ ലവ് ചെയ്യും, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, നീ അത് പറ്റില്ല, ഞാൻ ചാകും, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം ആ പെണ്ണിന്റെ പിറകെ നടക്കുമ്പോൾ അവർക്ക് എന്ത് ലവ് വരും, അവർക്ക് ദേഷ്യം എരിച്ചില് തന്നെ വരും, ഒന്ന് കൊടുത്താലോ ഒന്ന് തോന്നും. അതുപോലെ തന്നെയാണ് പ്രപഞ്ചം. ഇപ്പോൾ ഇനി മുതൽ കെഞ്ചാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി എങ്ങനെയാണ് കേൾക്കുന്നത് നമ്മളൊരു പിച്ചക്കാരനെ പോലെ കേൾക്കാതെ നമുക്കെല്ലാം കിട്ടുന്ന രീതിയിൽ കേൾക്കണം. പിന്നെ മികച്ച ഒരു മാനിഫെസ്റ്റേഷൻ ടീച്ചറായ നെവിൽ ഗോഡാർഡ് പറയുന്നത് പോലെ നമുക്ക് എന്താണോ വേണ്ടത് അത് കിട്ടിയ ഫീലോടെ ഉണർവോടെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കിട്ടും. നമ്പർ 1, ഇനി മുതൽ നമ്മൾ വേണം എന്ന് കേൾക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ വേണം എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡും പ്രപഞ്ചത്തിനും കൊടുക്കുന്നത്? എന്റെ കയ്യിൽ അങ്ങനെ ഒന്നും ഇല്ല, അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ്, ഇമോഷൻസും ആണ് കൊടുക്കുന്നത്. എന്തൊരു കാര്യവും ഫ്യൂച്ചറിൽ വന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എന്നും അത് ഫ്യൂച്ചറിൽ തന്നെ ഇരിക്കും, നമ്മുടെ കയ്യിലെത്തില്ല. പക്ഷേ നമ്മൾ കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും, എത്ര സന്തോഷമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൈകളിൽ വന്ന് ചേരും. അത്രയും ഇമോഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം നടക്കുമ്പോൾ നമ്മൾ അതിനെ ചുറ്റിപ്പറ്റി കുറേ നെഗറ്റീവ്സ് ചിന്തിച്ചു കൂട്ടും. ഒരാളോട് വഴക്ക് കൂടിയാൽ പോലും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടും. അപ്പോൾ വീണ്ടും വീണ്ടും ആ വ്യക്തി വന്ന് വീണ്ടും വീണ്ടും നമുക്ക് പണി തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ശരിക്കും അത് നടക്കുന്ന ഒരു ഫീലാണ്. അവിടെ നടക്കുമോ, ഇങ്ങനെയൊക്കെ നടക്കുമോ ഇല്ലയൊന്നും നമ്മൾ ചിന്തിക്കില്ല. പോസിറ്റീവ് കാര്യങ്ങളും നമുക്ക് വേണ്ട കാര്യങ്ങളും ചിന്തിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുമോ എന്നുള്ള ഒരു ഫീല് വരുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നടക്കുന്നത് പോലെ നമ്മൾ പോസിറ്റീവ് ഇമോഷൻസ് കൊടുക്കുമ്പോൾ 100% അത് കയ്യിൽ വന്നിരിക്കും. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഈശ്വര എനിക്ക് എങ്ങനെയെങ്കിലും ഈ ജോലി കിട്ടണേന്ന് നിങ്ങൾ യാചിക്കുന്നതിന് പകരം ഞാൻ ഇന്ന കമ്പനിയിൽ ഇന്ന സാലറിയോടെ എനിക്ക് ഇന്ന ജോലി കിട്ടിയതിന് നന്ദി, ഇങ്ങനെ നിങ്ങൾ പറയാൻ തുടങ്ങണം. അങ്ങനെ ഒരു പിക്ചർ നിങ്ങളുടെ മുമ്പിൽ വരണം. അത് കാണുമ്പോഴേ വിഷ്വലൈസ് ചെയ്യുമ്പോഴേ നിങ്ങൾ ആ ജോലിയിൽ ഇരിക്കുന്ന ഒരു പിക്ചർ നിങ്ങളുടെ മുമ്പിൽ വരണം. നമ്പർ 2, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഉണർവ്. നമ്മൾ എപ്പോഴും അമ്പലത്തിലൊക്കെ പോയി എന്താണ്, അല്ലെങ്കിൽ ഈ കോവിലിലെ ചർച്ചിൽ എവിടെയൊക്കെ പോയാലും നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഈശ്വര എനിക്കൊരു കാറ് വാങ്ങാൻ കഴിയണേ, ഇങ്ങനെ നമ്മൾ, അല്ലെങ്കിൽ കുറെ കടമാണെങ്കിൽ അത് ഇത്രയും കടം തീർത്ത് തരണേ ഈശ്വര, അങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷെ നമുക്ക് ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ട, അമ്പലത്തിൽ കോവിലൊക്കെ പോകുമ്പോൾ അവിടെ നമുക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ നമുക്കുണ്ടാവും. നമ്മുടെ വൈബ്രേഷൻ എങ്ങനെയൊക്കെയോ. അപ്പൊ നിങ്ങൾ ഇനി പ്രാർത്ഥിക്കുക, എനിക്ക് ഇത്രയും നല്ലൊരു കാറ് വാങ്ങാൻ പറ്റുന്ന സിറ്റുവേഷനിൽ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എനിക്ക് ഒരുക്കി തന്നതിന് നന്ദി. ഇങ്ങനെ നിങ്ങൾ ആ ഈശ്വരനോട് ചോദിക്കുക. കുറച്ചവർക്ക് ഒരു മൈൻഡ് വോയിസ് വരും, ഇത് വട്ടാണല്ലേ, കിട്ടാത്ത ഒരു കാര്യം എങ്ങനെയാ കിട്ടിയെന്ന് പറഞ്ഞ് നന്ദി പറയുക എന്ന്. നമ്മൾ എപ്പോഴും എങ്ങനെയാണ്, നമ്മളൊരു സാധനവും ആരെങ്കിലും ഗിഫ്റ്റ് തരിക അല്ലെങ്കിൽ സഹായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, താങ്ക് യു പറയും. ഇത് നമ്മൾ ഒരു സാധനം എനിക്ക് കിട്ടിയതിൽ നിന്ന് ആൾറെഡി കിട്ടുന്നതിന് മുമ്പേ പറയുമ്പോൾ നമ്മുടെ മൈൻഡിന്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? എനിക്ക് ആൾറെഡി ഇതുണ്ട് എന്നുള്ള ഒരു ഉണർവാണ് കൊടുക്കുന്നത്. അത് നമ്മുടെ മനസ്സിന് ഒരു നിറവ് കൊടുക്കും. ഇപ്പൊ നമുക്ക് ഇല്ല എനിക്ക് കടം അല്ലെങ്കിൽ പണം ഇല്ല എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് ആൾറെഡി ഉണ്ടെന്ന് പറഞ്ഞ് നന്ദി പറയുമ്പോൾ അത് തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി അവിടെ തന്നെ ഉണ്ടാക്കും. അത് നമ്മുടെ പണത്തെ ആകർഷിക്കാനുള്ള വഴികളിലൂടെ നമ്മൾ നടത്തും. ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു കാന്തശക്തിയാണ്. നമ്പർ 3, അതിനു വേണ്ടി നമ്മൾ ഓർക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് പണം വേണം, ഓക്കെ ഫൈൻ. അതിനെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ അയ്യോ ഐ ആം റിച്ച്, ഞാൻ നല്ല പണക്കാരെന്ന് പറഞ്ഞോടെ ആകാശത്തുനിന്ന് ഒരു പെട്ടി നിറയെ പണം വന്ന് വീഴില്ല. അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലി എന്തായിക്കോട്ടെ അതിനുവേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യണം. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എഫേർട്ട് ഇടണം. അപ്പോഴെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതുവരെ കിട്ടാത്ത അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ആ പ്രപഞ്ചം കൊണ്ടുവരാൻ തുടങ്ങും. നമ്മൾ ഇതിനെ പ്രപഞ്ചത്തിന് കൂട്ടുപിടിച്ച് നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പറഞ്ഞിങ്ങനെ ചെയ്യുമ്പോൾ
അവസരങ്ങൾ നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വരും. ഏതെങ്കിലും വഴികളിലൂടെ നമുക്ക് മണി വരാൻ തുടങ്ങും. പക്ഷെ ഒന്നുമില്ല എന്ന് യാചിക്കുമ്പോൾ എന്താണ്, നമ്മളവിടെ പേടി, ഡൗട്ട് കൊണ്ട് നമ്മുടെ മൈൻഡ് അവിടെ ബ്ലോക്ക് ആവും. നമുക്ക് മുന്നിൽ പല അവസരങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്കതൊന്നും മനസ്സിലാവുകയില്ല. മനസ്സിലായാൽ അതൊന്നും നമുക്ക് സ്വീകരിക്കാനോ അവിടെ വർക്ക് ചെയ്യാനോ കഴിയില്ല. പക്ഷേ നമ്മൾ ആ സിറ്റുവേഷൻസിലും നന്ദി ഉണർവോടെ എല്ലാം കിട്ടിയ ഒരു ഫീല് കൊടുത്ത് അതെല്ലാം ചെയ്യാൻ തുടങ്ങും. എന്താന്ന് വെച്ചാൽ പല അവസരങ്ങൾ വരാൻ തുടങ്ങും. പല വ്യക്തികൾ കടന്നു വരും. അവർ മുഖേന നമുക്ക് വേണ്ട സപ്പോർട്ടും സഹായവും അവസരങ്ങളും ഒക്കെ വരാൻ തുടങ്ങും. ശരിയായ സമയത്ത് ശരിയായ ആക്ഷൻ എടുക്കണം. അവസരങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ വിനിയോഗിക്കണം കറക്റ്റായിട്ട്. ഇനി ഫൈനലി കഠിനമായ സ്റ്റെപ്പ് ഇതാണ്, ഡിറ്റാച്ച്മെന്റ്. നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞു. എല്ലാം ചെയ്തിട്ട് എനിക്കിനി ഞാൻ ചെയ്തു, എനിക്കിനി ഇത് കിട്ടിയേ മതിയാവും, കിട്ടിയാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മാറ്റി അതിൽ നിന്ന് പുറത്തു വരണം. ഇത് കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു റൂട്ടിലൂടെ ഞാൻ അത് നേടിയെടുക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വരണം. നമ്മൾ മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ പോയി ഓർഡർ കൊടുത്താൽ നമുക്കറിയാം നമുക്ക് കിട്ടും എന്ന് പറഞ്ഞ്. അല്ലാതെ ഡെയിലി പോയി ഇതൊന്നുകൊണ്ട് കൊറിയർകാരൻ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കി ഡൗട്ട് അടിച്ച് നിൽക്കോ? ഇല്ല. നമുക്ക് പൂർണ്ണ വിശ്വാസമാണ് നമ്മൾ ഇട്ടു, നമുക്ക് കിട്ടുമെന്ന്. അത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് വിട്ടിട്ട് നമ്മൾ ഒരു സ്ട്രെസ് ഒന്നും എടുത്ത് വെക്കാതെ ആ കാര്യത്തിൽ നമ്മൾ നമ്മുടെ അടുത്ത ജോലിയിലേക്ക് പോകും. ഇതുപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷൻ. നമ്മൾ ഈശ്വരൻ്റെ അടുത്ത്, ആ പ്രപഞ്ച ശക്തിയുടെ അടുത്ത് നമുക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്, അത് കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഇരിക്കുക. എന്നിട്ട് അതിനെ വിട്ടിട്ട് ഇപ്പോഴുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച കാര്യം എത്ര ശ്രമിച്ചിട്ടും കിട്ടാതെ ഇങ്ങനെ മാറിപ്പോയിട്ടേ ഇരിക്കുന്നെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ എനർജിയെ ചെക്ക് ചെയ്യുക. ഒരു ക്രിയേറ്റർ മൈൻഡിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നോ അല്ല നിങ്ങൾ യാചിച്ചു കൊണ്ടിരിക്കുന്നോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയുള്ള സക്സസിനെ നിങ്ങൾ യാചിച്ച് വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ അവകാശമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇന്ന് മുതൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ എനർജി ലെവലിനെ ചേഞ്ച് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.